അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു മത്തൻ കറി ആട്ടം ഉണ്ടാക്കാൻ പോണേ. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരിക്കും, എളുപ്പം ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് തുടങ്ങാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? മത്തൻ, പരിപ്പ് എനിക്ക് തോരപ്പരിപ്പ് കിട്ടിയില്ല. അപ്പം മസൂർ ദാൽ പറഞ്ഞിട്ടുള്ള പരിപ്പാണ്. തോരപ്പരിപ്പാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ തേങ്ങ, ജീരകം, വറുത്തിടാൻ കടുകും മുളകും, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളെ വേണ്ടത് നമുക്ക്. കുക്കറിലാണ് ഞാനിന്ന് മത്തക്കറി വെക്കുന്നത്. വേഗമാകും, എളുപ്പം ചെയ്യാവുന്ന പണിയാട്ടോ. നമുക്ക് തുടങ്ങാം. എന്താ വേണ്ട കൂട്ടാൻ പോകട്ടോ. അത് മത്തനിട്ടു, നമുക്ക് അതിലേക്ക് പരിപ്പിടാം. മത്തനിലേക്ക് പരിപ്പിട്ടു. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഉപ്പിട്ടു. അപ്പം മത്തൻ, പരിപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം. ഇപ്പം നമുക്ക് 2 വിസിൽ വരാം. 2 വിസിൽ വന്നോട്ടെ, നല്ല പരിപ്പും ഒപ്പം വേവുള്ളൂ. അതുവരെയ്ക്കും നമുക്ക് ക്ഷമിക്കാം. അത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകവും കൂടി അരച്ചൊഴിക്കണം. ഇപ്പം ഇത് മത്തൻ വേവട്ടെ. അപ്പം നമുക്ക് ഇതപ്പം തേങ്ങയും ജീരകവും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കർ തുറക്കാനായിട്ടില്ല. കുക്കർ തുറന്നിട്ട് വേണം നമുക്കിത് ഒഴിക്കാൻ. അപ്പം നമ്മുടെ മത്തൻ വെന്തു. നമുക്കിനി കുക്കർ തുറക്കാം. നോക്കട്ടെ, എല്ലാം വെന്തു. നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം. തേങ്ങ അരച്ചത് ഒഴിച്ചു. ഇനി ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കാനാണ് നല്ലോണം ഉള്ളു കുത്തണ്ട. നമുക്കൊരു ശകലം വെള്ളം കൂടി ഒഴിക്കാം. അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ചു. ഇതാ തിളച്ചു ഇതിലേക്ക് ഇതാ കറിവേപ്പിൻ്റെ ഇല ഇട്ടു. എണ്ണ ചൂടായി. നമുക്കിനി കടുക് വറുക്കാം. ഇതിൻ്റെ കൂടെ വേണമെച്ചാൽ ഇത്തിരി ഉഴുന്ന് പരിപ്പ് കൂട്ടിയിടാം. അപ്പം നല്ല മണം ഉണ്ടാവും കൂട്ടാൻ. കടുക് പൊട്ടട്ടെ ഇനി. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി അതിലേക്ക് ഒഴിക്കാം. ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മത്തൻ കറി ശരിയായി. ഇതാ നല്ല കറിയായി. അപ്പം നമ്മുടെ മത്തൻ കറി ശരിയായി. ഇനി ഞാൻ വേറെ ഒരു എളുപ്പ കറി വയ്ക്കാനുള്ള കൂട്ടായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.